ഒപ്പന മത്സരത്തിനിടെ താളമിടുന്നതിനിടയിൽ ആഭരണങ്ങൾ തട്ടി കൈത്തണ്ടമുറിഞ്ഞ് ചോരയൊലിപ്പിച്ച വിദ്യാർത്ഥിനി മത്സരത്തിന്റെ അവസാന നിമിഷം വരെ തളരാതെ പോരാടിയത് കാണികൾ ശ്വാസം അടക്കിപ്പിടിച്ചിരുന്നാണ് കണ്ടുതീർത്തത്. ഒപ്പന മത്സരത്തിന്റെ അവസാന ടീമായി 123 ചെസ്റ്റ് നമ്പറായി വേദിയിലെത്തിയ പനമരം GHSSന്റെ ഒപ്പനയുടെ പകുതി ഭാഗം പിന്നിട്ടപ്പോഴായിരുന്നു സംഭവം. ഇന്നാളിൽ പൊന്നുളിഭദ്രൽ നിറപ്പാകി മംഗലത്തിൽ ഒന്നിക്കും ചിന്നുകുളിസുകളീ ദിനമായി ഫല്ലിലുമായി പുതുമയിൽ ദൗമായി മഹിമപ്പുമാല മാല മലർക്കനി അതിശയം പണിയാലെ മൗശുക്കിൻ മശഹൂറിൻ നാളാ. രക്തം കൈത്തണ്ടയിൽ നിന്നും വസ്ത്രങ്ങളിലേക്കും പടരാൻ തുടങ്ങി. ഈ സമയത്താണ് ഇത് കാണികളുടെയും ശ്രദ്ധയിൽപ്പെടുന്നത്. കളിക്കൂട്ടുകാരും ഇത് കണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ കുട്ടികൾ കളിയവസാനം വരെ ആടിത്തിമിർക്കുകയായിരുന്നു. കാണികളും കരഘോഷത്തോടെയാണ് ടീമിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത്. സ്റ്റേജിന് പിറകിൽ അടിയന്തര സംവിധാനങ്ങൾ ഒരുക്കി കാത്തുനിന്നു. മത്സരങ്ങൾ തീരുന്നതിനു വേണ്ടി നഴ്സുമാരും വളണ്ടിയർമാരും ആംബുലൻസും സജ്ജമായി നിലകൊണ്ടു. മത്സരം കഴിഞ്ഞതും വിദ്യാർത്ഥിനിയെ ഉടൻ ആംബുലൻസിലേക്ക് മാറ്റി. മെഡിക്കൽ സംഘം അടിയന്തര ചികിത്സകൾ നൽകി ആശുപത്രിയിലേക്ക് കുതിച്ചു. നിരവധി ടീമുകൾ മത്സരിച്ച ഒപ്പനയുടെ ഫലപ്രഖ്യാപനം അല്പസമയത്തിനകം അങ്ങനൊക്കെ സംഭവിച്ചോ? ഒപ്പന കളിച്ച് കൊഴങ്ങി കൊണ്ടുവരുന്ന കുട്ടിയാണ് കേട്ടോ. ശരിയാ, അതിൽ കയറിയോ? ഒപ്പന വേദിയിൽ കുഴഞ്ഞു വീണിട്ട് കുട്ടികൾ. എല്ലാവരും